ഇപ്പോൾ നമ്മളോടൊപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അതായത് പോലീസ് ഫോഴ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കേസ് അന്വേഷിക്കാൻ ആളുമാറി ഒരു വീട്ടിൽ ചെല്ലുക, അതും ഗുണ്ടകളുടെ സഹായത്തോടു കൂടി ചെല്ലുക, അതിനുവേണ്ടി മുൻപുണ്ടാക്കിയ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിക്കുക, ആളുകളെ കുലിച്ചു നിർത്തി വിലങ്ങണിയിച്ച് ഇടിക്കുക, ഇതൊക്കെയാണ് പോലീസിൽ നടക്കുന്നത്. അല്ല, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പോലീസ് പല സ്ഥലത്തും പല ഗുണ്ടകളുടെ സഹായത്തോടെയാണ് ചിലരെ കൈകാര്യം ചെയ്യുന്നത്. അത് പോലീസിന്റെ കഴിവുകളാണെന്ന് പറയാൻ പറ്റും. അവരെ കൂട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, ആളുമാറി ആൾക്കാരെ കസ്റ്റഡിയിൽ എടുക്കുക, പിന്നെ വഴിയിൽ ഇറക്കി വിടുക, ഇതൊന്നും നമുക്ക് കേട്ടുകഴിവില്ലാത്ത കാര്യം. അതൊന്നും പോലീസ് ചെയ്യാൻ പാടില്ലല്ലോ. സാധാരണക്കാർ ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാനൊക്കെ. പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു തെറ്റുപറ്റാനേ പാടില്ലല്ലോ. അവര് കൃത്യമായി അന്വേഷണം കണ്ടെത്തി അതിന്റെ സത്യസ്ഥിതി മനസ്സിലാക്കിയിട്ടില്ലേ ഓരോ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഒരാളുടെ വീട്ടിൽ പോകുന്നത്. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്തേക്ക് വീഴ്ച തന്നെയാണ്. ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് ആയാലും അത് കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ഒരു കേസ് ഇപ്പോൾ എടുക്കാൻ കാരണം. ഈ പോലീസുകാർക്കിടയിലെ ലഹരി ഉപയോഗം, ഗുണ്ടാബന്ധം, ഇതിനൊക്കെ ചട്ടപ്പടി ഇഷ്ടം പോലെ പരിശോധനകളും ഒക്കെ ഓപ്പറേഷനും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പുറത്താക്കുക, നടപടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാസാമാസം വലിയ ഓപ്പറേഷനൊക്കെ ആഭ്യന്തര അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിർബാധം ഇതൊക്കെ നടക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് കുറെ 10-22 പേരെ ഡിവൈഎസ്പി റാങ്കിലൊക്കെ ഉള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ബന്ധം തന്നെയാണ്. റിട്ടയർ ചെയ്യുന്നതിന്റെ തലേദിവസം കണ്ട് എറണാകുളത്ത് നിന്നൊരു ഗുണ്ടയുടെ അതിഥി ചെന്ന് കയറിയ ഒരു ഡിവൈഎസ്പി അത് നമ്മൾ കണ്ടു. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ നേരത്തെ മോണിറ്റർ ചെയ്യണ്ടേ? പോലീസിലെ തുടക്കത്തിൽ തന്നെ അവരുടെ ലൈഫിലെ അവരുടെ ജീവിതം തുടങ്ങാൻ വലിയ സബ് ഇൻസ്പെക്ടർ ലൈഫ് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ബന്ധങ്ങളും ഇങ്ങനെ കൃത്യമായ നിയമപരമല്ലാതെ എഴുത്തുകാരും ഇതുപോലെയൊക്കെ പലരുടെ താല്പര്യത്തിന് പല രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും നിയമപരമായി ശരിയല്ല എന്നാണ് ഇപ്പം കൃത്യമാണല്ലോ. ഇപ്പോഴത്തെ ഡിവൈഎസ്പി തന്നെ ഒരു കേസ് എടുക്കുകയോ തന്നെ ചെയ്തു. അത് ഇതൊരു മാതൃകയായിരിക്കണം. മറ്റുള്ള ചെറുപ്പക്കാരായ ധാരാളം സബ് ഇൻസ്പെക്ടർമാരെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള കാര്യത്തിലാണ് അവരുടെ പ്രൊഫഷണൽ പീരീഡിൽ വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊന്നും കൃത്യമായിട്ട് ട്രെയിനിങ് ഇല്ല. ഒരു സബ് ഇൻസ്പെക്ടറായ ഒരു പോലീസുകാരന് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ആകാമെന്ന് ചിലർക്ക് ഒരു ധാരണയുണ്ട്. അത് അവരുടെ പണി തന്നെ കാണില്ല, ആ ജോലി തന്നെ തീരും. പിന്നെ ഒരു സർക്കാർ സംവിധാനത്തിൽ ജോലി കിട്ടത്തുമില്ല ഭാവിയിൽ. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ സബ് ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേകിച്ചും. വേറൊരു വലിയ പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ പരമാവധി ഉണ്ടാകുന്ന നടപടി എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. പകുതി ശമ്പളം വാങ്ങി വീട്ടിലിരിക്കാം, പിന്നീട് വരാം. ഇദ്ദേഹത്തിന് എതിരെ തന്നെ മുൻപ് സമാനമായ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ആരും പരിഗണിക്കുന്നില്ല. മാക്സിമം വരുന്ന ഒരു സസ്പെൻഷൻ, പിന്നീട് ഒരു സ്ഥലമാറ്റം എന്നുള്ളതൊക്കെയാണ്. പുതിയയിടത്ത് പോയി പുതിയ ഗുണ്ടകൾ സഹചാരികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. അത് ശരിയാണ്. അത് ഒരു സ്ഥലം വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ നേരത്തെ പറയുമായിരുന്നു, ഇവിടെ ഒരു പാർട്ടിയുടെ ക്ഷാമയിൽ തിരുവനന്തപുരത്ത് അട്രോസിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഭരണം മാറുമ്പം അയാൾ നേരെ മലബാറിലേക്ക് പൊക്കളയും. അവിടെ പോയി ലോക്കലിൽ പോയി ഇരിക്കും. അവിടെ നേരെ എതിർപക്ഷി ആരാണോ ഇപ്പോഴത്തെ ഭരണം ആരാണോ അവരുടെ ആളായിട്ട് അവിടെ ഇരിക്കും. ഇതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോക്ക് തന്നെ. അല്ലെങ്കിൽ എന്തിനാ ഇത്ര കടിമ്പുടി പിടിച്ച് ഈ ലോക്കലിൽ പോയി ഇരിക്കുന്നത്? എന്തിനാണ്? എത്രയോ യൂണിറ്റ് ഉണ്ട് പോലീസിൽ. ആ യൂണിറ്റിലെ ശമ്പളം എല്ലായിടത്തും തുല്യമില്ലേ? അവിടെ പോയാൽ കുറച്ച് കിഴിയെങ്കിലും കൂടുതൽ കിട്ടും. അപ്പം ശമ്പളത്തിന് വേണ്ടി തന്നെയാണ് അത് ഇങ്ങനെയുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുത്തിയാടി പോകുന്നത്. ഇതിപ്പോ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണെങ്കിലും ഒരു സ്ത്രീയുള്ള വീടാണ്. യുവാവിനെയും ഭാര്യയും മർദ്ദിച്ചിട്ടുണ്ട്. വനിതാ പോലീസ് നിർബന്ധമായും സംഘത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ തന്നെ ഒരൊറ്റ ഒരാൾ പോയിട്ടല്ലല്ലോ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്ക് പകരം ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ടു പോകുക എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നതോ വിശ്വസിക്കാൻ കഴിയുന്നതാണോ ശ്രീ ജോർജ് ജോസഫ്? അതൊന്നും അംഗീകരിക്കാനും കഴിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന പലരും ഉണ്ട്. ഏതായാലും ഇപ്പോഴെങ്കിലും ഒരാളെ തപ്പിലോ ഒരാൾക്കെതിരായിട്ട് ഒരു കേസെടുക്കാൻ തയ്യാറായല്ലോ. ഇതൊരു മാതൃകയായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും വാർത്തകൾ കേട്ട് ഗുണ്ടകളുടെ കൂടെ 2 വനിതാ പോലീസ് അവര് പണം വാങ്ങിക്കാനും പിടിക്കാനും ഗുണ്ടകളുടെ സേവനം ഉപയോഗിച്ചൊക്കെ നമ്മൾ വായിച്ചല്ലോ. എന്തൊരു മോശമായ ഒരു ചുറ്റുപാടിൽ കൂടിയാണ് പല പോലീസ് സഞ്ചരിക്കുന്നത്. ഇവർക്കൊക്കെ എതിരായിട്ട് കൃത്യമായ ശക്തമായ നടപടി എടുത്തേ പറ്റുള്ളൂ. അത് മേലുദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കണം. അവരൊന്നും ലോക്കൽ പോലീസും പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇരുത്തരുത്. ഇപ്പൊ തന്നെ 2 വനിതാ പോലീസ് അവർ ഗുണ്ടയുടെ കാലത്തൊക്കെ വേറൊരാളെ ഭീഷണിപ്പെടുത്തി ചേർന്ന് അവരിപ്പോഴും ലോക്കലിൽ ഇമ്മീഡിയറ്റായിട്ട് മാറ്റണ്ടേ? അങ്ങനെയുള്ളവർ ഈ പബ്ലിക് സ്പേസിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നിടത്ത് അവരെയൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല.
വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും കൊല്ലത്തുണ്ടാകുന്ന ഈ സംഭവം ഇപ്പോൾ ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ അടക്കം ആണ് നടപടി വന്നിരിക്കുന്നത്. ചടയമംഗലത്ത് ആളുമാറി യുവാവിനെയും ഭാര്യയും മർദ്ദിച്ച സംഭവത്തിലാണ് SIക്കും ഗുണ്ടകൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്.